വിദ്യാർത്ഥികളെ, ഇവിടുത്തെ അധ്യാപകരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സമുന്നതി വളരെ മനോഹരമായ അർത്ഥമുള്ളൊരു പേരാണ്. സമുന്നതി എന്ന വാക്കിന് രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് സമുന്നതി എന്ന വാക്കുണ്ടാകുന്നത്. സമമായതും ഉന്നതിയിലേക്ക് പോകുന്നതും. ഒരാൾ മേലോട്ട് ഉയരുമ്പോൾ മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തിയിട്ടുള്ള ഉന്നതി സമുന്നതിയല്ല. സമുന്നതി എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഉയരലാണ്. എല്ലാവർക്കും ഉയരണം. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു വര ചെറുതാക്കാൻ എന്താ മാർഗം? ആ വരയെ തൊടാതെ ആ വര ചെറുതാക്കാം. തൊട്ടപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി, അപ്പൊ ഇത് ചെറുതായി. ഒരു വരയെ വലുതാക്കാൻ എന്താ മാർഗം? തൊട്ടപ്പുറത്ത് ചെറിയൊരു വര വരച്ചാൽ മതി, അപ്പൊ അത് വലുതായി. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ടല്ല നമ്മൾ ഉയരേണ്ടത്. നമ്മൾ ഉയരേണ്ടത് നമ്മളെ അപേക്ഷിച്ചിട്ട്. ഇന്നലെ വരെയുള്ള ഞാൻ, ആ എന്നിൽ നിന്ന് ഇന്ന് എന്തെങ്കിലും ഞാൻ ഉയർന്നിട്ടുണ്ടെങ്കിലേ ഇന്ന് ഞാൻ മനുഷ്യനാകും. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനുഷ്യനാകണമെന്നില്ല. ഇന്നലെ വരെ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനുഷ്യനാകണമെന്നില്ല. ഇന്ന് നിങ്ങൾ മനുഷ്യനാവണമെങ്കിൽ മനുഷ്യനാവാൻ എന്തെങ്കിലും ഇന്ന് ചെയ്യണം. എന്താ മനുഷ്യനാവാൻ ചെയ്യേണ്ടത്? നിലവിലുള്ള നമ്മുടെ ബോധമണ്ഡലത്തിൽ അല്പം വികാസം ഉണ്ടാവണം. അതിന് പറയുന്ന പേരാണ് പ്ലസ്. പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം വളരെ അർത്ഥതലങ്ങളുള്ള ചിഹ്നമാണ്. പക്ഷിമൃഗാദികൾക്കൊന്നും പ്ലസ് ഇല്ല. ഉണ്ടോ? മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 15 ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ച ആനകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ആ 15 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാ ജീവിച്ചത്? അതേപോലെ തന്നെയാണ് 2026 ജീവിക്കുന്നത്. അന്നും ആന വസ്ത്രം ധരിച്ചിട്ടില്ല, ഇന്നും വസ്ത്രം ധരിച്ചിട്ടില്ല. അന്നും ആന വീടുണ്ടാക്കിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഇന്നും വീടുണ്ടാക്കുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. തൃശൂർ പൂരത്തിന് 30 60 ആന, പാറമേക്കാവിലെ 30, തിരുവമ്പാടിയിലെ 30 ആനയും ഗോപുരത്തിന്റെ മുന്നിൽ അണിനിരക്കുമ്പോൾ 5 ലക്ഷം മനുഷ്യരൊന്നും കാണാൻ നിൽക്കുന്നു. കുടമാറ്റം കാണും. ഇത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ടു നിൽക്കുമ്പോഴും ഇതുവരെ ഒരാന, ഒരു കൊമ്പനാനക്ക് ഒരു ട്രൗസർ കൊടുക്കണമെന്നോ, ഒരു പിടിയാനക്ക് ഒരു പാവാടി കൊടുക്കണമെന്നോ, ഒരു അണ്ടർവെയർ കൊടുക്കണമെന്നോ ചിന്ത ഇതുവരെ ഒരു ആനക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം ആനകൾക്കും പക്ഷിമൃഗാദികൾക്കും ഒന്നും വികാസമില്ല എന്നതാണ്. പ്ലസ് ഇല്ല. മനുഷ്യനാണ് പ്ലസ് ആവുന്നത്. എന്താ പ്ലസ് ആവേണ്ടത്? ഇന്നലെ എന്റെ തൂക്കം 45 കിലോ ആയിരുന്നു, ഇന്ന് 46 കിലോ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? തൂക്കം കൂട്ടാനല്ല, തൂക്കം കുറക്കാനാണ്. ജിമ്മിൽ പോകുന്നു, യോഗ ചെയ്യുന്നു, തൂക്കം കുറക്കാനാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു കിടക്കയിലാ കിടന്നുറങ്ങി, ഇന്ന് 2 കിടക്കയിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇന്നലെ ഒരു ചോറ് തിന്നു, ഇന്ന് 2 ചോറ് തിന്നാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ പ്ലസ് ആവേണ്ടത്? മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് പ്ലസ് ആവേണ്ടത്. ആ വെളിച്ചം പ്ലസ് ആവുന്ന ഒരു മഹാപ്രവർത്തനത്തിനാണ് നിങ്ങൾ ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടി മാത്രം പഠിക്കരുത്. പഠിക്കുന്നത് എന്തിനാ? പഠിക്കുന്നത് വെറുതെ അറിയാനല്ല. പഠിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. പക്ഷിമൃഗാദികളെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ മനുഷ്യനേക്കാൾ മുമ്പ്. അവർക്കൊന്നും പേരുണ്ടായിരുന്നില്ല. ഏതെങ്കിലും പക്ഷിക്കും മൃഗത്തിനും പേരുണ്ടായിരുന്നു മനുഷ്യൻ വരുന്നതിന് മുമ്പ്? ലോകത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കാട്ടിലെ രാജാവ് ആരാ? സിംഹം. പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല.
അറിഞ്ഞൊക്കെ പിറ്റേന്ന് കൊട്ടാരം വേണം, ഇന്നോവ കാറ് വേണം സഞ്ചരിക്കാൻ, എസ്കോർട്ട് വാഹനം വേണം, പരിചാരകന്മാര് വേണമെന്ന് പറയും. ഇതൊന്നും അറിയില്ല. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. അതിന്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. അതിന്റെ പേരിൽ കസേര ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയും, രാജാക്കന്മാർ ഇരുന്നിട്ട് പറയും സിംഹാസനം. എന്നാ സിംഹത്തിന് ഇരിക്കാൻ സിംഹാസനമല്ല, ഒരു കസേര പോയിട്ട് ഒരു ഓലത്തടുക്ക് പോലും ഇല്ല. സിംഹത്തെ രാജാവാക്കിയതാരാ? നമ്മളാണ്. ലോകത്തിൽ സകലത്തിനും പേര് കൊടുത്തത് നമ്മളാണ്. എന്താ നമ്മുടെ പ്രത്യേകത? നമുക്ക് മാത്രമേ ആന്തരികമായ വികാസമുള്ളൂ. പക്ഷിമൃഗാദികൾക്കൊന്നും വികാസമില്ല. ആ ട്യൂബ് ലൈറ്റ് കത്തുന്നത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആന്തരിക വികാസം കൊണ്ടാണെന്ന് അറിയുക. ആ അകത്ത വെളിച്ചമാണ് മനുഷ്യന്റെ മഹത്വം. അത് വികസിപ്പിക്കണമെങ്കിൽ പുതിയ ചിന്തകൾ ഉണ്ടാവണം, പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവണം, പുതിയ ഉത്തരങ്ങൾ പഠിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുകയും ഉത്തരം പഠിക്കുകയും ചെയ്യുന്ന പ്രവണത മാറ്റണം. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക തെറ്റാണത്. കുട്ടികളെ, നിങ്ങൾ ചോദ്യമാണ് പഠിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ പഠിക്കണം, ചോദ്യം ഉന്നയിക്കാൻ പഠിക്കണം. ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം ഉണ്ടായത്. ആർക്കും ഉത്തരം വീണ് കിട്ടിയിട്ടില്ല. ചോദ്യം എന്ന തോട്ടി കൊണ്ട് കൊളുത്തിപ്പറച്ചതാണ് എല്ലാ ഉത്തരങ്ങളും. മനുഷ്യന്റെ ഉള്ളിൽ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അതിന്റെ ഉത്തരങ്ങൾ എത്തിയത്. ചോദ്യം പഠിക്കുന്ന കുട്ടികളാവണം, ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവണം. പക്ഷെ നമ്മുടെ ഒരു രീതി എന്താ? എന്തെല്ലാം നമ്മൾ കേട്ടു, എന്താണത് അങ്ങനെ എന്ന് ചോദിച്ചോ? ഞാനിപ്പോ 2-3 ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരുന്ന ആൾക്ക് ഞാൻ ഇപ്പൊ തന്നെ 500 രൂപ സമ്മാനിക്കും. ഒന്നാമത്തെ ചോദ്യം, ഒരു ദിവസത്തിന് 24 മണിക്കൂറാണല്ലോ. അതെങ്ങനെയാ 24 എന്നുള്ള കണക്ക് വന്നേ? എന്താ 24ന്റെ കണക്ക്? അറിയാവോ? അറിയുന്നവർ ഇങ്ങോട്ട് വന്ന് പറയാം. 24ന്റെ കണക്ക് എന്താണ്? നിങ്ങളോട് എല്ലാ സ്കൂളിലും മാഷന്മാർ പറഞ്ഞു ഒരു ദിവസം 24 മണിക്കൂർ എന്നല്ല. അതെന്താ മാഷ് 24 എന്ന് ചോദിച്ചോ? ഇല്ല, ഒരു അധ്യാപകരും പറഞ്ഞു തന്നിട്ടും ഇല്ല. അടുത്ത ചോദ്യം, ഒരു മണിക്കൂറിന് 60 മിനിറ്റ് അല്ലേ? 60ന്റെ കണക്കെന്താ? എങ്ങനെ 60? ഒരാഴ്ചക്ക് എങ്ങനെ 7 ദിവസമായ? അതെന്താ 7ന്റെ കണക്ക്? അതെന്താ 8 ദിവസം ആവാഞ്ഞ്? അറിയാവോ? ഇല്ല. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഞാനിതൊക്കെ ഇപ്പൊ വിശദീകരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ വിശദീകരിച്ചിട്ട് എളുപ്പത്തിൽ ഉത്തരത്തിലെത്തണ്ട. അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. കുറച്ച് സ്ട്രെയിൻ എടുക്കണം. മനുഷ്യന്റെ ബുദ്ധിക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് സിസ്റ്റം 1, ഒന്ന് സിസ്റ്റം 2. സിസ്റ്റം 1 ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഉള്ളൊരു ബുദ്ധിയാണ്. അതിന് വലിയ സ്ട്രെയിൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കാണുമ്പോൾ വാരി തിന്നണമെന്ന് തോന്നുന്നത് സിസ്റ്റം 1ന്റെ ബുദ്ധിയാണ്. നടന്നു പോകുമ്പോൾ ഒരു കുഴി കണ്ടാൽ ആ കുഴിയെ കടന്നു തുള്ളണമെന്ന് തോന്നുന്നത് സിസ്റ്റം 1 ആണ്. മനസ്സിലായോ? ബെല്ലടിക്കുമ്പോ ക്ലാസ് കയറണം തോന്നുന്നത് സിസ്റ്റം 1 ആണ്. അതിന് സ്ട്രെയിൻ ഇല്ല. എന്ന സിസ്റ്റം 2 ആണ് നമ്മുടെ ശരീരത്തിൽ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം 2 ഉപയോഗിക്കാൻ നമ്മുടെ ശരീരം, മനസ്സ് പലപ്പോഴും താല്പര്യപ്പെടില്ല. നിങ്ങൾ വയൽവരമ്പുകളിലൂടെ പോയിട്ടുണ്ടോ? വരമ്പിൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകണം. എന്നാൽ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവില്ല, എൽ ഷേപ്പ് പോവില്ല. വയലിറങ്ങിയിട്ട് ക്രോസ് ആയിട്ടൊക്കെ പോകും. അത് ആളുകളുടെ, മനുഷ്യന്റെ മാത്രം സ്വഭാവമല്ല, പ്രകൃതിയുടെ, മൃഗങ്ങളും അങ്ങനെയാണ് പോവുക. എന്ന് പറഞ്ഞാൽ സങ്കീർണതയിൽ നിന്ന് ലാളിത്യത്തിലേക്ക് പോകാനാണ് ഇഷ്ടം. എളുപ്പത്തിൽ കാര്യം തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള സൂത്രങ്ങൾ അന്വേഷിക്കും. എന്ന് പറഞ്ഞാൽ 4-5 എത്രയാ? 4-5 എത്രയാ? 20. സിസ്റ്റം 1 കൊണ്ട് ഉത്തരം പറഞ്ഞു. ഒരു സ്ട്രെയിനും ഇല്ല. 24 ഗുണിക്കണം 17 എത്രയാ?
പ്രശ്നമായി. സിസ്റ്റം 2 വേണം. ഈ സിസ്റ്റം 2 നമ്മുടെ ശരീരത്തിന്റെ 20% എനർജി ഉപയോഗിക്കണം. അപ്പൊ 24 ഗുണിക്കണം 17. അപ്പൊ 24 ഗുണിക്കണം 10, 240. 24 ഗുണിക്കണം 17 അല്ലേ? അപ്പൊ പിന്നെ 7 ബാക്കി. 7 2 14. അപ്പൊ 380. 7 4 28. അപ്പൊ 380 28 408. കുറച്ച് പ്രയാസ. അപ്പൊ പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ സിസ്റ്റം 2 നമ്മൾ മുറിച്ചങ്ങ് കടക്കണം. അതിനൊരു വഴി കണ്ടെത്തും. ആ വഴിയാണ് ഉടനെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടും. എന്തെങ്കിലും ഒരു പുതിയ കാര്യം അന്വേഷിക്കണം. ഭാരത ചരിത്രത്തിന്റെ അറിയപ്പെടാത്ത ഏടുകളെ പറ്റി അറിയണം. അതിന് ചരിത്ര പുസ്തകം അന്വേഷിക്കണം, കണ്ടെത്തണം, വായിക്കണം, നോട്ട് കുടിക്കണം. ഇതിന്റെ പ്രയാസമാണ്. അപ്പൊ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ എന്ത് ചെയ്യും? AI-യോട് ചോദിക്കും, അല്ലേ? വാട്ട് ആർ ദി ഹിഡൻ ഇൻസിഡൻസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി? മെറ്റയിലോട് ചോദിച്ചു. അപ്പൊ മെറ്റ തനിക്കറിയുന്ന ഉത്തരം തരും. അപ്പൊ സിസ്റ്റം 2 പ്രവർത്തിക്കണ്ട. സിസ്റ്റം 2 പ്രവർത്തിക്കാതെ അപ്പൊ കാൽക്കുലേറ്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗൂഗിൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ കാരണം എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യലാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ, UP സ്കൂൾ പഠിക്കുമ്പോ കണക്ക് വഴിക്രമത്തിൽ ചെയ്ത് ഉത്തരം കിട്ടാതെ ഷോർട്ട് കട്ടിൽ ഉത്തരം കിട്ടുന്ന ഒരു സൂത്രം ഉണ്ടായിരുന്നു. ആ സൂത്രം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന്റെ പേര് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഈ ചോദ്യം വന്നപ്പോ എന്റെ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ, എന്റെ അടുത്തിരിക്കുന്ന ആളെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവന്റെ ബന്ധു ഇവിടെ പഠിക്കുന്നു. ആ പയ്യൻ കോപ്പി അടിച്ചപ്പോ മാഷ് പിടിച്ചാൽ ഇവ പറയാ, ഇതാ മാഷ ഏറ്റവും എളുപ്പ വഴി. കോപ്പി അടിക്കൽ, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യൽ, ഇതേ പ്രക്രിയയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനുള്ളത് പഠിക്കാതെ, ഉത്തരത്തിലെത്താതെ നിങ്ങൾ എന്തു ചെയ്യുന്നു? നിങ്ങൾ മൊബൈൽ ഫോണിന്റെ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടുകൂടി എല്ലാം എളുപ്പത്തിൽ കുറിപ്പുകളാക്കുക. ആ കുറിപ്പുകളൊന്നും നിങ്ങളുടെ തലയിലെത്തുന്നില്ല. മട്ടന്നൂർ NSS കോളേജിൽ പഴശ്ശിരാജ അനുസ്മരണ പ്രഭാഷണത്തിന് ഒരു കൊല്ലം എന്നെ വിളിച്ചു കോളേജ് യൂണിയൻ. അവിടെ പഴശ്ശിരാജാവിനെ പറ്റിയിട്ട് ഗവേഷണം നടത്തിയിട്ട് ഡോക്ടറേറ്റ് നേടിയ 2 മാഷന്മാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പഴശ്ശിരാജാവിനെ പറ്റി സംസാരിക്കുന്നത് അതൊരു വലിയ റിസ്ക്കായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പഴശ്ശിരാജാവിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ച പുസ്തകങ്ങൾ വീണ്ടും വായിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. സർദാർ KM പണിക്കർ അറിയാവോ? സർദാർ KM പണിക്കരെ അറിയാവോ? പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റൊരു പേരിലാണ്. എന്താണത്? പഴശ്ശിരാജ അറിയപ്പെടുന്ന വേറൊരു പേരിലാണ്. പൊരളിമലയുടെ താഴ്വരയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പൊരളിമലയിൽ നിന്നുള്ള പുറകിഴാർ നാട്ടിലെ, പുറകിഴാർ നാട്, ഈ രാജ്യത്തിന്റെ പേര് പുറകിഴാർ നാട് എന്നായി. പുറകിഴാർ നാട്ടിലെ രാജാക്കന്മാര് പുറകിഴാർ രാജാക്കന്മാരാണ്. അവർ ഭരിച്ചിരുന്ന മല പുറകിഴാർ മലയാണ്. ആ പുറകിഴാർ മല പറഞ്ഞു പൊരളിമലയായതാണ്. മനസ്സിലായോ? ആ പൊരളിമലയിൽ നിന്ന് ഈ കുന്നിന്റെ മേലെ എന്ന രാജവംശം 3ആയി പിരിഞ്ഞിട്ട് ഒരു വംശം ചാവശ്ശേരിയിലും, ഒരു വംശം കോട്ടയത്തും, ഒരു വംശം പഴശ്ശിയിലും പോയി താമസിച്ചു. അതിൽ കോട്ടയത്തുകാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷേ ടിപ്പു സുൽത്താന്റെ ആക്രമണം വന്നപ്പോ കോട്ടയം വിട്ട് രാജാവ് പേടിച്ചിട്ട് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയി. അപ്പൊ രാജ്യം അനാഥമായപ്പോ നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പഴശ്ശിയിലുള്ള കേരളവർമ്മിയെ രാജാവാക്കി. അയാളാ പഴശ്ശിരാജ. മനസ്സിലായോ? ഈ പഴശ്ശിരാജയെ പറ്റി നാട്ടിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരിൽ എന്താണത്? കേരള സിംഹം. കേരള സിംഹം എന്ന് പേര് വന്നത് സർദാർ KM പണിക്കർ പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ നോവലിലൂടെയാണ്. ആ നോവലില് വലിയൊരു അബദ്ധമുണ്ട്. കൃമീരവധം ആട്ടക്കഥ എഴുതിയ കേരളവർമ്മ തമ്പുരാൻ
പഴശ്ശിരാജയാണെന്നാണ് സർദാർ കെ.എം. പണിക്കരുടെ ധാരണ. അത് തെറ്റായിരുന്നു. ആ പഴശ്ശിരാജയല്ല, ആട്ടക്കഥ എഴുതിയ പഴശ്ശിരാജ. കേരള പറഞ്ഞു, മനസ്സിലായോ? ഏതായാലും ആ നോവലുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു ഒന്നുകൂടി. അങ്ങനെ കണ്ണവം ഗാന്ധി സ്മാരക വായനശാലയിൽ പോയിട്ട് ചോദിച്ചു, ഇവിടെ കേരള സിംഹുണ്ടോ? അപ്പൊ ഉണ്ട്, ഇപ്പൊ എടുത്തു തരാൻ പറഞ്ഞിട്ട് തപ്പാൻ തുടങ്ങി. 1.5 മണിക്കൂർ തപ്പിയിട്ട് പുസ്തകം കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ആരെങ്കിലും വായിക്കാൻ കൊണ്ടുപോയോ? ഇല്ല, ഇഷ്യൂ രജിസ്റ്ററിലൊന്നും എഴുതിയിട്ടില്ല എവിടെയും. പക്ഷെ കിട്ടിയില്ല. 1.5 ആടെ 3000 പുസ്തകങ്ങളേ ഉള്ളൂ. അവിടെ 3000 പുസ്തകങ്ങളുടെ ഇടയിൽ തപ്പിയിട്ട് എനിക്ക് ആ പുസ്തകം കിട്ടിയില്ല. ഞാൻ ബസ് കയറിയിട്ട് തലശ്ശേരി റീഡേഴ്സ് ക്ലബ് ലൈബ്രറിയിൽ പോയി. അവിടെ 67,000 പുസ്തകമുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ചു, കേരള സിംഹം ഉണ്ടോ അവിടെ? ആ ഉണ്ടല്ലോ, ഒന്ന് എടുത്തു തരുമോ? ഇരിക്കൂ. അവരുടെ തന്നെ നോവലിന്റെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന കാറ്റലോഗിന്റെ കെട്ടിൽ നിന്ന് ക എന്ന് തുടങ്ങുന്ന അക്ഷരമുള്ള പുസ്തകമെടുത്ത് അതിൽ കേരള സിംഹം എന്ന പേര് അക്ഷരക്രമത്തിൽ നോക്കി കണ്ടെത്തി. 7017 നമ്പർ പുസ്തകമാണ്. ആ ലൈബ്രറിയിൽ എഴുന്നേറ്റു. 7ാമത്തെ അലമാരിയിൽ 17ാമത്തെ മേലത്തെ തട്ടിലെ 17ാമത്തെ പുസ്തകം എടുത്തു. 2 മിനിറ്റ് കൊണ്ട് എനിക്ക് പുസ്തകം കിട്ടി. 67,000 പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ നിന്ന് 2 മിനിറ്റ് കൊണ്ട് പുസ്തകം കിട്ടി. 3000 പുസ്തകങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് 1.5 മണിക്കൂർ തപ്പിയിട്ട് പുസ്തകം കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും? 3000 പുസ്തകങ്ങൾ ആകെ അലങ്കോലകമാക്കി വാരി വലിച്ചിട്ടിരിക്കുന്നു. എന്നാൽ അവിടെ റീഡേഴ്സ് ക്ലബ് ലൈബ്രറിയിൽ എല്ലാം കൃത്യമായി അതിൻ്റെതായ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ഒരറിവ് നമുക്ക് ഓർത്തെടുക്കാൻ ഏറ്റവും നല്ല മാർഗം അത് വെക്കേണ്ട സ്ഥാനത്ത് വെക്കേണ്ടതുപോലെ വെച്ചാൽ ഓർക്കും. അതിനെ ഇന്റർ കണക്ട് ചെയ്യണം. ഒരറിവിന് ചുറ്റുവട്ടം പല ബന്ധങ്ങളുണ്ട്, ഒരു പരിപ്രേക്ഷ്യമുണ്ട്. ആ പരിപ്രേക്ഷ്യം അറിയണം. മാലൂർ എന്ന വാക്ക് കേൾക്കുമ്പോൾ മാലൂർ എന്ന വാക്ക് എങ്ങനെ വന്നു? മാലൂർ എന്ന് പറയുന്നത് മലദൈവത്തിന്റെ പേരാണ്. കേരളത്തിലെ പഴയ മലദൈവത്തിന്റെ, വനദേവതമാരുടെ നാട്ടിലെ മലദൈവത്തിന്റെ പേരാണ്. കേരളത്തിൽ 5 സ്ഥലമുണ്ട് മാലൂർ എന്ന പേരിൽ. 5 സ്ഥലത്തും വലിയ കുന്നിന്റെ താഴെയാണ് മാലൂർ. മാലൂർ എന്ന പേര് കേൾക്കുമ്പോൾ പർവ്വതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലദൈവത്തെ ഓർമ്മ വരുന്നു. പിടികിട്ടിയോ? ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിന് ചുറ്റുവട്ട ഒരു പരിപ്രേക്ഷ്യമുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പേര് ചോദിക്കും. പേര് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലത് നിൽക്കണമെന്നില്ല. പേര് ചോദിക്കുന്നവരെല്ലാം അടുത്ത ചോദ്യം, നിന്റെ അച്ഛനാരാണ്, അമ്മയാരാണ്, അല്ലെ, നിന്റെ വീട് എവിടെയാണ്? കാത്തുംബാലെ കസ്യാം പുത്രി കിം തേ ഹസ്തേ താലീപത്രം കാവാരേഖ കാക്കാഗാഖ. കേട്ടിട്ടുണ്ട്? വിക്രമാദിത്യന്റെ സദസ്സിൽ ഒരു സമസ്യ എന്ന് പറഞ്ഞാല് ഒരു ശ്ലോകത്തിന്റെ 4ാമത്തെ വരി മാത്രം പറയും, ബാക്കി പൂരിപ്പിക്കണം. സമസ്യയിലായിരുന്നു കാക്കാഗാഖ. ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ കാളിദാസൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതിന് വഴി ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയോട് ചോദിച്ചു, കാത്തുംബാലെ, നീ ആരാ കുട്ടി? അപ്പൊ കുട്ടി പറഞ്ഞു, കാഞ്ചനമാലേ, ഞാൻ കാഞ്ചനമാലയാണ്. കസ്യാപുത്രി, ആരുടെ മകളാണ്? അപ്പൊ കനകലതയുടെ മകളാണ്. കിം തേ ഹസ്തേ, നിന്റെ കയ്യിൽ എന്താണ്? താളിപത്രം, താളിയോലയാണ്, എഴുത്തു പഠിക്കാൻ പോയതാണ്. കാവാരേഖ, അതിലെന്താ എഴുതിയിരിക്കുന്നത്? കുട്ടി പറഞ്ഞു, കാക്കാഗാഖ. ഐഡിയ കിട്ടി. ഓടിപ്പോയി കൊട്ടാരത്ത് പോയി പറഞ്ഞു, ഞാൻ സമസ്യ പൂരിപ്പിച്ചു. കാത്തുംബാലേ കാഞ്ചനമാലേ കസ്യാപുത്രീ കനകരതായ കിം തേ ഹസ്തേ താളീപത്രം കാവാരേഖ കാക്കാഗാഖ. ഒരു ആളെ കണ്ടാൽ അയാളുടെ അച്ഛൻ, അമ്മ, അയാളുടെ വിദ്യാലയം, അയാളുടെ ദേശം, അയാളുടെ കാലം. ഹിസ്റ്ററി പഠിക്കുന്ന എന്തിനാ? ഹിസ്റ്ററിയിൽ ഒരു ദേശവും കാലവും ഭൂപടത്തിൽ എവിടെയാണത്, ഈ രാജാവ് ജീവിച്ചിരുന്നത് എവിടെയാണ്, ആ ദേശത്തിന് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ്, ആ ദേശത്തിന്റെ ആ കാലത്തിന്റെ ഗ്രാഫ് വൈ ആക്സിസ്. ദേശവും കാലവും ചേരുന്നതാണ്, എക്സും വൈയും ചേരുന്നതാണ് പ്ലസ്. പിടികിട്ടിയ
പ്ലസിന്റെ അർത്ഥം മനസ്സിലായോ? ഏതൊരറിവിനും ഒരു ദേശമുണ്ട്, ഒരു കാലമുണ്ട്. അതിൽ നമ്മൾ ആ പ്ലസ് ആ പോയിന്റിൽ തലയിൽ കൊണ്ടേ വെക്കണം. ചങ്ങമ്പുഴ പറ്റി പറയുമ്പോ അയാൾ ജനിച്ച കാലമേതാ, അയാളുടെ നാടേതാ എന്നോർത്ത് വെക്കുമ്പോ ചങ്ങമ്പുഴ നമ്മുടെ മനസ്സിൽ നിൽക്കും. നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ക്രോസുകൾ, ആ ക്രോസുകൾ ചേർന്നിട്ടാണ് വലക്കണ്ണികൾ ഉണ്ടാകുന്നത്. ആ വലക്കണ്ണികൾ, കോടാനുകോടി വലക്കണ്ണികൾ ചേർന്നതാണ് വെബ്സൈറ്റ്. വെബ് എന്ന് പറഞ്ഞെന്താ? വലയാണ്, അറിവിന്റെ വലകൾ. കാലദേശങ്ങളാകുന്ന കണ്ണികൾ കൊണ്ട് അറിവിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് വെബ്സൈറ്റ്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ കൊണ്ടുവെക്കാൻ ഒരു അലമാര തുറക്കും. ഈ അലമാര ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ആ അലമാരയിലേക്ക് ഉത്തരത്തെ പിടിച്ചു വലിക്കും. ചോദ്യമാണ് പ്രധാനം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ. തരികിട ചോദ്യമൊന്നുമല്ല, സിമ്പിൾ ചോദ്യം. ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കുക? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കുക? ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ ചോദിക്കേണ്ടത്. സ്കൂളിൽ അറിവുള്ളത് അധ്യാപകർക്കോ കുട്ടികൾക്കോ? അധ്യാപകർക്ക്. ഇല്ലാത്തതോ കുട്ടികൾക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് ആരാ? കുട്ടികൾ. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകർ. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? അധ്യാപകർ. ഉത്തരം പറയേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയുന്നു പിന്നെ സ്കൂൾ വരുമോ? പിന്നെ ഏത് ഉത്തരം ചോദിക്കുന്നത്? നീങ്ങി ഭാഷയിലേക്ക് നീങ്ങും. എന്റെ ഫോണിൽ ഇവിടെ നിൽക്കും. ഇത് സമ്മാനമുണ്ടല്ലേ. എന്താ പേര്? അഭിനന്ദ്. അഭിനന്ദ് കയറി വന്നല്ലോ, ഞാൻ വിളിച്ചോടനെ. അഭിനന്ദ് കയറി വന്ന വകയിൽ എന്റെ ഫോൺ ഞാൻ അഭിനന്ദിന് കൊടുത്തു. അഭിനന്ദിനെ നോക്കൂ, എന്നെ നോക്കുക, നിങ്ങളെ നോക്കുക, എന്നെ നോക്കുക, നിങ്ങളെ നോക്കുക. അല്ലാതെ ആ കൊടുത്ത ഫോണ് നോക്കിയോ? അതേത് കമ്പനിയാ? നോക്കിയ അതേത് കമ്പനിയാ? നോക്കിയ. എന്നിട്ട് ഓർമ്മയില്ല. ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. എന്തിനാവോ അറിയില്ല. എന്തിനാവും വാങ്ങി ഇപ്പൊ കൈ പിടിക്കുന്ന? ഇത് ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാ എന്ന് തന്നു. ഇപ്പൊ അഭിനന്ദിന്റെ കയ്യിൽ ഫോൺ ഉണ്ടാ? ഇല്ല. ഇതേപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ കുറെ ഉത്തരം തരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ വാങ്ങുന്നത്? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എന്തിനാവോ വാങ്ങി. എന്തിനാ വാങ്ങുന്ന? ഇതൊരു ദിവസം ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ കൊടുത്ത ഫോണ് ഞാൻ ചോദിച്ചപ്പോ അഭിനന്ദൻ എനിക്ക് തിരിച്ചു തന്നു അല്ലേ? ഇപ്പൊ അഭിനന്ദന്റെ കയ്യിൽ ഫോൺ ഉണ്ടാ? ഇല്ല. അതുപോലെ 8 കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 9-ലെത്തുമ്പോ 8-ലൊന്നും കയ്യിലില്ല. 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോ 9-ലൊന്നും കയ്യിലില്ല. ഈ വിഡിത്തമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുത്തുന്ന ഒരു പരിപാടിയാണ് സമുന്നതി. മനസ്സിലായോ? അത് തിരുത്തുന്ന ഓരോ കുട്ടിയും 15 ചോദ്യവുമായി വരുന്നു. ഓരോ കുട്ടിയും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ ഉണ്ടാകുന്ന ഗുണം, ഈ 15 ചോദ്യങ്ങളുടെ ഉത്തരം അത്രയാൾ പറഞ്ഞു നല്ല വിഷയം. ആ 15 ചോദ്യവും കുട്ടി പഠിച്ചു കഴിഞ്ഞു എന്നതാണ് അല്ലേ? കുട്ടി പഠിച്ചു കഴിഞ്ഞു. കാരണം ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കും മനസ്സിൽ. ആ സ്പേസ് ഉത്തരം കിട്ടുന്നത് വരെ വാക്വമാകും, ശൂന്യമാകും. ഈ ശൂന്യത ഉത്തരത്തെ പിടിച്ചു വലിക്കും. ബംഗാൾ ഉൾക്കടലിൽ ശൂന്യത, ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴാണ് അറബിക്കടലിൽ നിന്ന് മേഘങ്ങളെ പിടിച്ചു വലിച്ച് മഴ പെയ്യുന്നത്. ഒരു സിറിഞ്ചിന്റെ പിറകിൽ പിസ്റ്റൺ പിടിച്ചു വലിക്കുമ്പോഴാണ് അവിടെ ശൂന്യതയുണ്ടാകുന്നത് കൊണ്ട് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നു. ശൂന്യതയുടെ കരുത്ത്
ഈ ഗ്ലാസ്സിലെ വെള്ളം നോക്കും, ഇതെന്റെ കയ്യിൽ ഇവിടെ നിൽക്കുന്നു ഇല്ലേ? പക്ഷെ എന്റെ കയ്യിൽ കമഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോകും അല്ലേ? താഴെ അടിയിൽ താങ്ങി നിൽക്കുന്നോണ്ടല്ലേ കമഴ്ത്തി വെച്ചാൽ മറിഞ്ഞു, പക്ഷെ മറിഞ്ഞു പോകും. അത് ചരിച്ചാലോ? ചരിച്ചാൽ വീഴുന്നില്ല, ഇങ്ങനെ വിളിച്ചാലും വീഴുന്നില്ല. എന്താണ് സംഭവിച്ചത്? പൊള്ളുന്നുണ്ട് കേട്ടോ, നല്ല ചൂട്. ഞാൻ വെറും വെള്ളത്തിനാ പറഞ്ഞു, കുടിക്കാനല്ല ഞാൻ പറഞ്ഞു. ഇതെന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ കൈ അമർത്തുന്നു, ഉയർത്തുന്നു, എടുക്കൂ. ടൈറ്റല്ലേ? ടൈറ്റാണ്. എങ്ങനെയാണ് ടൈറ്റായത്? ഇത് മാജിക് ഗ്ലാസ് അല്ല. ഇവിടെ ഞാൻ എന്റെ കയ്യിൽ പശ ഒട്ടിച്ചിട്ടില്ല. ഇതിന്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. ഞാൻ കൈ 4 ഭാഗം അമർത്തി വെച്ചിട്ട് 2 വിരൽ താഴോട്ട് അമർത്തിയപ്പോ എന്റെ ഉള്ളം കൈ മാത്രം മേലോട്ട് ഉയർന്നു. അവിടെ അല്പം ന്യൂനമർദ്ദം, ശൂന്യതയുണ്ടായി. ആ ന്യൂനമർദ്ദമാണ് പുറത്തുള്ള അന്തരീക്ഷ മർദ്ദത്തിന്റെ ശക്തി കൊണ്ട് ഇതിനെ കൂട്ടിച്ചേർത്ത് പിടിച്ചു നിർത്തുന്നത്. ഈ വീട്ടിൽ പോയിട്ട് ഗ്ലാസ് കുടിക്കണ്ട. നിങ്ങൾ പണ്ട് സ്റ്റീലിന്റെ ഗ്ലാസ് വായിൽ വെച്ച് അമർത്തി ഉള്ളിലേക്ക് വലിച്ചിട്ട് ടൈറ്റ് ആക്കലില്ലേ? ഇല്ലേ? ആ പ്രക്രിയ തന്നെയാണ് ഈ പ്രക്രിയ. മനസ്സിലായ? പക്ഷെ ഞാൻ ഈ കൈ കൊണ്ട് 2 വിരൽ താകുമ്പോ ഉള്ളം കൈ മാത്രം മേലോട്ട് ഉയർത്താനുള്ള കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? അപ്പോ ന്യൂനമർദ്ദത്തിന്റെ കരുത്ത് കണ്ടോ? അപ്പൊ കുട്ടികളെ, നിങ്ങളുടെ മനസ്സിൽ ന്യൂനമർദ്ദം ഉണ്ടോ? എന്താ ന്യൂനമർദ്ദം? എനിക്കെന്താ അറിയില്ല എന്നറിവാണ് ന്യൂനമർദ്ദം. എനിക്കെന്തറിയില്ല എന്നറിവ്, മനസ്സിലായോ? അതാണ് ന്യൂനമർദ്ദം. നീ എത്രയല്ല പഠിക്കുന്നു? 9. 9 എങ്ങനെയാ 9 പേര് വന്നറിയോ? ഇല്ല. 90 എങ്ങനെയാ 90 പേര് വന്നറിയോ? ഇല്ല. 900 എങ്ങനെയാ 900 പേര് വന്നറിയോ? ഇല്ല. 1000ന്റെ തൊട്ട് താഴെയുള്ള 100 അക്കങ്ങളാ 900. തൊട്ട് 1000 900. 100ന്റെ തൊട്ട് താഴെയുള്ള 10 അക്കങ്ങളാണ് 90, 91, 92, 93. തൊട്ട് 100 90. 10ന് തൊട്ട് താഴെയുള്ള ഒരക്കമാണ് തൊട്ട് 10. അതാ 9. അതാ 9. മനസ്സിലായോ? 9ന്റെ വഴി മനസ്സിലായോ? തൊട്ട് 10 9. അതാണ് എന്തായത്? 9. 1 2 3 4 5. ഏതാ? 1 ആണോ 2 ആണോ വരുന്നത്? 2 ആണ്. 2 ആണ് വരുന്നത് ഇപ്പം പറയുന്നത്. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? രണ്ടാമത്തെ അനിയൻ. ആരാ വലുത്? അപ്പൊ ഒന്നല്ലേ വലുത്. അപ്പൊ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളെത്തുമ്പോ 2. ചോദിക്കണം, എന്താണ് അതിൽ തമ്മിൽ കൺഫ്യൂഷൻ? ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. ആ ചോദ്യങ്ങളാണ് പ്ലസ് ആയി മാറുന്നത് കേട്ടോ. പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തണം മക്കളെ. ഈ ലോകത്തിന്റെ വികാസം ഉണ്ടായത് മന്ത്രം ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. മന്ത്രം ചൊല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു മന്ത്രം കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട് ലോകത്തിൽ ഒരു വികാസവും ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ വികാസം മുഴുവൻ ഉണ്ടായത് മനസ്സിന്റെ അന്വേഷണത്തിലൂടെയാണ്. അത് ശാസ്ത്രത്തിന്റെ വഴിയാണ്. പിടികിട്ടിയോ? ശാസ്ത്രത്തിന്റെ വഴിയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യാന്വേഷണത്തിന്റെ മാർഗമാണ്. പുതിയ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യനുണ്ടായത്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. അസതോമ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. ആ പുതിയ സത്യം കണ്ടെത്താൻ പുതിയ ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ ചോദിച്ച് ആരോടും ചോദിക്കാം. ആദ്യം അവനവനോട് ചോദിക്കാം. അവനവനോട് ചോദിക്കാം. സ്വന്തം പേരിന്റെ അർത്ഥം അറിയുന്നവർ എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തും? സ്വന്തം പേരിന്റെ അർത്ഥം അറിയുന്നവർ 5% പോലും നിങ്ങളുടെ സ്വന്തം പേരിന്റെ അർത്ഥം അറിയില്ല. അത് ആദ്യം ചോദിക്കും, എന്റെ പേരെന്താണ് ഇങ്ങനെ വന്നത് എന്ന്. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിക്കും. എന്നിട്ടില്ലെങ്കിൽ ഡിക്ഷണറിയിൽ ചോദിക്കും. അല്ലെങ്കിൽ പേരുകളുടെ അർത്ഥമുള്ള ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ കയറി ചോദിക്കും. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് പറയാം. നിങ്ങളുടെ നാടിന്റെ പേരെങ്ങനെ വന്നു എന്നറിയാമോ? മാലൂർ എന്ന പേര് വന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഓരോ നാടിനും തൊക്കലങ്ങാടിക്ക് എങ്ങനെയാ തൊക്കലങ്ങാടിന്റെ പേര് വന്നെന്നറിയോ? അറിയാമോ? തൊക്കലങ്ങാടി അറിയില്ലേ? കൂത്തുപറമ്പിന് ഇപ്പുറം. അവിടെ എത്തിയാൽ ഇത് മട്ടന്നൂർ റോഡ്, ഇത് കണ്ണവർ റോഡ് അല്ലേ? ഇത് മട്ടന്നൂർ റോഡ്, ഇത് കണ്ണവർ റോഡ്. ഈ സ്ഥലത്തിന് എന്താ പറയാ? ഈ 2 റോഡ് തെറ്റുന്ന ഈ സ്ഥലത്തിന് എന്താ പറയാ? തൊക്കിലല്ലേ?
ആടെ ഒരു അങ്ങാടി, അതാ തൊക്കലങ്ങാടി. മനസ്സിലായ? അല്ല, തക്കലങ്ങാടിയായിരുന്നു. തക്കലങ്ങാടിയായിരുന്നു. കൊടകരുടെ ഒരു ഭാഷയാണ് തക്കല. പണ്ട് പഴശ്ശിരാജാവിന്റെ കാലഘട്ടത്തിൽ തക്കലയിൽ നിന്ന് കച്ചവടം ബിസിനസ് നടത്താൻ വേണ്ടി കുറെ ആളുകൾ വന്ന് താമസിച്ച തക്കലക്കാർ വന്ന് താമസിച്ചു. അവരുണ്ടാക്കിയ അങ്ങാടിയാണ് തക്കലക്കാരുടെ അങ്ങാടി. അതാ തക്കലങ്ങാടി. അത് പറഞ്ഞു തൊക്കലങ്ങാടിയായതാണ്. മനസ്സിലായോ? ഈ റോഡ് പോയിട്ട് മുട്ടുന്ന ഉരുവച്ചാൽ അല്ലേ? വാട്ട് ഈസ് ഉരുവച്ചാൽ? എങ്ങനെയാ ഉരുവച്ചാൽ എന്ന് പേര് വന്നത്? ഒരാള് ഘോരഘോരം പ്രസംഗിക്കുക. പണ്ട് പഴശ്ശിരാജോലത്ത് കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോ ഈ സ്ഥലത്തെത്തുമ്പോ പഴശ്ശിക്കോലത്തിന്റെ മേലെയുള്ള പിന്നെ ഈ കുംഭഗോപുരം കാണും. അത് കാണുമ്പോ തന്നെ ഇവൻ പേടിച്ചിട്ട് ഉരിച്ചത്തുപോകും. അങ്ങനെ ഉരിച്ചാവല് അതാ ഉരുവച്ചാലായത് എന്നൊരാളെ പ്രസംഗിക്കുക. വെറും വിഡിത്തമാ പറയുന്നത്. അവിടെയാണ് വലിയ പർവ്വതത്തിന്റെ താഴെ കുറെ ഉറവച്ചാലുകളുണ്ട്. ആ ഉറവച്ചാലുകളുള്ള സ്ഥലമാണ് ഉരുവച്ചാൽ. ഇതിന്റെ അപ്പുറം തൊടീക്കളം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലേ? തൊടീക്കളം ചുടലക്കളമാണെന്നൊക്കെ പറയുന്നത്. അമ്പലം ചുടലക്കളമാണ്. എന്ത് വിഡിത്ത! മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പള്ളിയോടനുബന്ധിച്ചിട്ടാണ് ശ്മശാനം ഉണ്ടാകുന്നത്. എന്നാൽ ഹിന്ദുക്കൾക്ക് അമ്പലത്തിന്റെ അടുത്തൂടെ കൊണ്ടുപോയില്ല ശവം. പിന്നെ ചുടലക്കുളത്തിൽ അമ്പലം എടുക്കും. ഒന്നിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നത്? ക്ഷേത്രത്തിന്റെ തൊടി എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തെ താണ സ്ഥലം. തൊടിയിൽ ഗംഭീരമായ ഒരു കുളമുണ്ട്. അതുകൊണ്ട് തൊടിക്കുളം. മനസ്സിലായോ? നല്ല ആഴത്തിലുള്ള ഒരു പുഴയുണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ അടുത്ത്. തൃക്കിടാരി പോയി അങ്ങോട്ട് പോകുമ്പോൾ ആഴത്തിലൊരു പുഴ. അതിന്റെ പേര് ഇടുംപുഴ എന്നാണ്. ഇടുംപുഴ. ഇടും എന്ന് പറഞ്ഞാൽ വല്ല ആഴത്തിൽ. അതാ ഇടുമ്പ ആയത്. മനസ്സിലായോ? ഇടുംപുഴ എന്തായി? ഇടുമ്പയായി. ഇങ്ങനെ നിങ്ങളുടെ പേരിന്റെ അർത്ഥം അന്വേഷിക്കുക, നിങ്ങളുടെ നാടിന്റെ അർത്ഥം അന്വേഷിക്കുക, നിങ്ങളുടെ നാടിന്റെ ചരിത്രം അന്വേഷിക്കുക. നിങ്ങൾ എവിടുന്നാ വന്നെന്ന് ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പുസ്തകം എടുക്കുക, ഒരു നല്ല പുസ്തകം, പോയി പോവാത്ത പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിന്റെ കൂടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ നക്ഷത്രം എല്ലാം എഴുതി വെക്കുക. എന്നിട്ട് അച്ഛന്റെ പേര് എഴുതുക, അമ്മയുടെ പേര് എഴുതുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രം എഴുതി വെക്കുക. എന്നിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? അമ്മക്കറിയാം, അതിന് എഴുതി വെക്കുക. അമ്മയുടെ അമ്മ പേരെന്തായിരുന്നു? എഴുതി വെക്കുക. അച്ഛന്റെ പേരെന്തായിരുന്നു? അച്ഛന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? എഴുതി വെക്കുക. അത്രയും എഴുതി കഴിഞ്ഞ അടുത്ത പണി, അവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ അടുത്ത് പോവാ. എന്നിട്ട് അവരുടെ അച്ഛനെയും അവരുടെ അമ്മയും ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ പുറകോട്ട് സഞ്ചരിക്കൂ. എന്റെ അച്ഛൻ നാരായണൻ, തൊടീക്കളം. അദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണൻ, വീണ്ടും നാരായണൻ, തോലമ്പ്ര. അദ്ദേഹത്തിന്റെ അച്ഛൻ തോലമ്പ്ര പൈതൽ നമ്പ്യാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കോളാരി കേളപ്പ നമ്പ്യാണ്. ഇത്രയും എനിക്കറിയാം. എന്റെ അച്ചാച്ചന്റെ പേര് പോലും ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു നോക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്കാണ് എവിടേക്കോ പോണു ഞാൻ എന്നറിയാൻ പറ്റും. എഴുന്നാ വന്നെന്ന് അറിയുമ്പോ എങ്ങോട്ടാ പോണ്ടെന്ന് മനസ്സിലാവും. അതിനാ മക്കളെ ചരിത്രം പഠിക്കുന്നു. നമ്മൾ ഈ ചരിത്രത്തിൽ ഒഴുകുന്ന ഒരു തോണിയാണ്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇതാണ്: തോണിയും പുഴയും തമ്മിലൊരു വാഗ്വാദം. ആരാണ് പ്രഗത്ഭനെന്നായിരുന്നു തർക്കം. തർക്കത്തിൽ തോണിയാണ് വിജയിച്ചത്. അവന്റെ വാദം ഞാനാണ് മേലെ, നീ എന്റെ അടിയിലാണെന്നായി. തോണി തോൽവി സമ്മതിച്ച് വറ്റിക്കളഞ്ഞു. പിന്നെ പുഴ തോൽവി സമ്മതിച്ച് വറ്റിക്കളഞ്ഞു. പിന്നെ തോണിക്കെന്ത് പ്രസക്തി? തോണി ഇപ്പോൾ ഭൂമിയുമായി തർക്കിക്കുക എന്നായിരുന്നു കവിത. മനസ്സിലായോ? ആരാ പുഴ എന്ന് മനസ്സിലായോ? നമ്മുടെ സംസ്കാരം. നമ്മൾ അതിലൊഴുകുന്ന തോണി മാത്രമാണ്. ആ തോണി സംസ്കാരത്തെ ധിക്കരിക്കരുത്, നൗക മഹാനദിയെ ധിക്കരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ്. ഇത് പൊട്ടിമുളച്ചിരിക്കുന്ന ഒരു കുമിലല്ല നമ്മൾ. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച ഒരു കുമിലല്ല നമ്മുടെ ജീവിതം. അതൊരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ എല്ലാം പഠിക്കണം, പഠിച്ചേ തീരും. നമ്മുടെ ഇപ്പൊ കുറച്ച് കുട്ടികളുടെ ധാരണ എന്താണ്? എല്ലാരും A+ വാങ്ങണം. A+ വാങ്ങിയിട്ടോ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരണം, ലക്ഷ്യ ചേരണം, സ്റ്റൈലെത്തി ചേരണം,
പാലാ ബ്രില്യൻസ് ചേരണം. കഴിഞ്ഞ ഈ ആഴ്ചയുടെ മുമ്പിലത്തെ വ്യാഴാഴ്ച ഞാൻ പാലാ ബ്രില്യൻസിൽ പോയി. എന്റെ കുട്ടിയെ ചേർക്കാനൊന്നും അല്ല ഞാൻ അവിടെ പോയത്. അവിടുത്തെ 700 അധ്യാപകരുടെ സംഗമം ഉണ്ടായിരുന്നു. അവർക്ക് ക്ലാസ് കൊടുക്കാൻ. ആരെ? 1 ലക്ഷം ഡോക്ടർമാരെ അവിടുന്ന് പഠിച്ച് ജയിച്ച് ഡോക്ടർമാരായിട്ടുണ്ട്. അവരെ പഠിപ്പിക്കുന്ന 700 അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കാൻ പോയി. എന്താ ക്ലാസ് കൊടുത്തോന്നറിയോ? ബുദ്ധി വളരുമ്പോൾ മനസ്സെങ്ങനെ വളർത്താം. ബുദ്ധിയും മനസ്സും ഒന്നല്ല. ബുദ്ധി വേറെ, മനസ്സ് വേറെ. മനസ്സെങ്ങനെ വളർത്താം എന്നായിരുന്നു ക്ലാസ്. അങ്ങനെ ബ്രില്യൻസിലോ എവിടെയെങ്കിലും പോയി നല്ല മാർക്ക് വാങ്ങി. എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു. എന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്നു. എന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങിയിട്ടോ കൊട്ടാരം പോലത്തെ ഒരു വീടെടുത്തിട്ടോ ആനക്ക് കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടി ആദ്യം. എന്നിട്ടോ റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിച്ചു. എന്നിട്ട് കുറെ ചെടി വാങ്ങി പിടിപ്പിച്ചു, ചെടിച്ചട്ടികൾ വാങ്ങി പിടിപ്പിച്ചു. ആര് കാണാനും? നാട്ടുകാരെ കാണാൻ വിടൂല. മതിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടുകാര് കാണുമോ? വാതിൽ തുറക്കൂല. ഒരൊറ്റ വീടിന്റെ വാതിൽ തുറക്കൂലല്ലോ. വാതിൽ അടച്ചിട്ട് അകത്ത് കുഴിച്ചിടും, പുറത്തു വരില്ല. പിന്നെ എന്തിനായി ചെടി വാങ്ങി പിടിപ്പിച്ചത്? എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഒരു പട്ടിയെ വാങ്ങി പോറ്റി. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. അപ്പുറത്തെ വീട്ടിൽ ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ ചോദിക്കാനല്ല, ആരും അസുഖമുണ്ടോ ചോദിക്കാനല്ല, പ്രായമുള്ളവരുടെ വിശേഷം തിരക്കാനല്ല ഗേറ്റ് തുറക്കുന്നത്. ഈ നായിനെ തൂറാക്കുണ്ടാക്കാൻ മാത്രം ഗേറ്റ് തുറക്കുന്നതാണ്. പഠിപ്പ് അല്ല മക്കളെ, ഈ പഠിപ്പ് അതിലല്ല. നമ്മൾക്കൊരു ജന്മമേ ഉള്ളൂ. ആ ജന്മത്തിൽ കുറെ തിന്നാ കിടന്നുറങ്ങുക ഈ പരിപാടിയല്ല. അതിനപ്പുറത്ത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അടയാളപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് അറിയണം, അന്വേഷിക്കണം, കണ്ടെത്തണം. ഒരു കുയിലിന് ഇവിടെ ഉണ്ട് ഞാനെന്ന് അറിയിക്കുവാൻ ഒരു കൂവൽ മാത്രം മതി. ഒരു കുറുക്കന് ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ കണ്ടെത്തി ചെയ്യണം, ഞണ്ടിനെ പിടിക്കണം, കറുമുറത്തുന്നണം, പാറമ കയറണം, പിരിപിരി തൂറണം, കുന്നുമ്മ കയറണം, കൂക്കി വിളിക്കണം. ഇത് മാത്രമേ ആർക്കുള്ളൂ. ഒരു കുറുക്കന് ദൗത്യമുള്ളൂ. അത്രേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കുറുക്കൻ. എന്നാ മനുഷ്യൻ അതല്ല. മനുഷ്യൻ മറ്റു പലതും ചെയ്യാനില്ല. പുതിയത് അന്വേഷിക്കാനുണ്ട്, പുതിയ കണ്ടെത്താനുണ്ട്, പുതിയ ഭാവുകത്വം ഉണ്ടാക്കാനുണ്ട്, പുതിയ സംഗീതം സൃഷ്ടിക്കാനുണ്ട്, പുതിയ അറിവുകൾ കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ആവണം മക്കളെ. നമ്മൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് പുതിയത് ഓരോ ദിവസവും പുതിയ അറിവുകളിലൂടെ പോകണം. അങ്ങനെ അറിവുകളിലൂടെ പോയിട്ട് ആ അറിവ് നിങ്ങളുടെ ജോലി നേടാനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുക എന്നല്ലാതെ ജോലി തേടാൻ മാത്രല്ല അറിവ് കേട്ടോ. ജോലി തേടാൻ മാത്രല്ല, ആ കൂട്ടത്തില് ജോലിയും കിട്ടട്ടെ, വരുമാനം ഉണ്ടാവണം. പക്ഷേ അവിടെ ഫുൾ സ്റ്റോപ്പ് ആവരുത്. നിങ്ങളുടെ അച്ഛനമ്മമാരില്ലേ, അവര് മഹാഭീകരന്മാരാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പുസ്തകം വായിക്കാത്ത മാന്യന്മാരും മഹതികളും അവര്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ധാരണ. എല്ലാവരും നല്ലോണം പഠിക്കും, സ്കൂളിൽ പഠിക്കും, കോളേജിൽ പഠിക്കും. അന്ന് ഭയങ്കര അസൈൻമെന്റ്, പ്രോജക്ട്, കുടച്ചക്രം ഭയങ്കര. എന്നാ കല്യാണം കഴിക്കുന്നതോട് കൂടി പിന്നെ പരിപൂർണ ശ്രമക്രമ വിരാമം. ഒരു പുസ്തകം വായിക്കില്ല, ഒരു കഥ വായിക്കൂല, ഒരു കവിത ചൊല്ലൂല, ഒരു ശാസ്ത്രലേഖനം വായിക്കൂല, പത്രം വായിക്കും, തൂങ്ങിച്ചത്തോ കേട്ട് തുള്ളിയോ വായിക്കും, പീഡിപ്പിച്ച വാർത്ത വായിക്കും. നല്ല ശാസ്ത്രത്തിന്റെ ഒരു ലേഖനം വായിക്കുമോ? ഇല്ല, വായിക്കുന്നില്ല. എന്താണ് വായിക്കാത്തത്? ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം വായിച്ചു. ആരും കണ്ടിരുന്നു? ആനപ്പാപ്പാൻ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ വന്ന ആനയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്ന ഒരു പാപ്പാന്റെ ചിത്രവും കൊടുത്തിട്ട് അതിനെ പറ്റിയാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം. നിങ്ങൾ മുഖപ്രസംഗമുള്ള ഒരു പേജ് കണ്ടിട്ടുണ്ടോ? അത് കാണാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? വായിക്കണം. ഈ തൂങ്ങിച്ചത്തവും കേട്ട് തുള്ളിയും ജാഥ നടത്തിയും വായിച്ചാ പോരാ, മുഖപ്രസംഗങ്ങൾ വായിക്കണം. ആ പേജ്, മുഖപ്രസംഗമുള്ള പേജുകൾ വായിക്കണം. അങ്ങനെ വായിച്ചിട്ട് അത് വിശകലനം ചെയ്യണം. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. വായനയുടെ വസന്തത്തിലെത്തണമെങ്കിൽ വായനക്ക് 10 ഘട്ടങ്ങളുണ്ട്. ആ 10 ഘട്ടങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തും.
പക്ഷെ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ഈ 10 ഘട്ടങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. ഞാൻ ചോദിക്കും 1, 2 എന്ന് പറയുമ്പോൾ പറയണം. ഓർമ്മിച്ചു വെക്കുക. തല കുമ്പിട്ടിട്ട് പോവാൻ റെഡിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്ന ചെറുപ്പ കുട്ടികളോട് ഞാൻ ചോദിക്കും കേട്ടോ, എങ്ങനെയെങ്കിലും ഇത് നിർത്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വിളിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പോനാട്ടിയായി പോകും. എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലേ നമ്മൾ മലയാളിക്ക് പറ്റുന്നത് പറ്റിത്തം വിഡ്ഢിപ്പോക്ക്. നമ്മളെ രക്ഷിതാക്കളുണ്ട് അങ്ങനെ. ജോലി സ്ഥലത്ത് പോയാൽ വീട്ടുകാരി ആലോചിച്ച് ടെൻഷൻ അടിക്കും, വീട്ടിലെത്തുമ്പോ ജോലി സ്ഥലത്തെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കും. നമ്മളെ ചില ടീച്ചർമാരും അങ്ങനെയാ, മാഷന്മാരും അങ്ങനെയാണ്. വീട്ടിലെത്തിയാൽ എപ്പോഴും സ്കൂളിന്റെ കാര്യം പറഞ്ഞ് ടെൻഷൻ, സ്കൂളിലെത്തിയാലോ വീട്ടുകാര്യം പറഞ്ഞ് ടെൻഷൻ. അതാത് സ്ഥലത്തുള്ള കാര്യം മാത്രം ആലോചിക്കേ. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായി ശ്രദ്ധിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ പലയിടത്തും ചിന്തിക്കുന്നത് കണ്ണൂർ കുഴിമന്തി തിന്നാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് അപ്പുറം ഇപ്പുറം വർത്താനം പറയാം. ഇതാ നമുക്ക് പറ്റുന്ന അബദ്ധം. ജീവിതം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് വായനയുടെ 10 ഘട്ടങ്ങൾ ഞാൻ പറയാം. നമ്പർ 1 തോന്നണം എന്നതാണ്. പുസ്തകം കിട്ടാഞ്ഞിട്ടല്ല, വായന നല്ലതല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, പിന്നെയോ വായന നല്ലതാണെന്ന് അറിയാഞ്ഞിട്ടുമല്ല. പിന്നെ എന്താ, വായിക്കാൻ തോന്നുന്നില്ല. തോന്നണമെങ്കിൽ എന്ത് വേണം? മനുഷ്യനാവണം ആദ്യം. മനുഷ്യന്മാർക്ക് പുസ്തകം വായിക്കാൻ തോന്നും, മൃഗങ്ങൾക്ക് തിന്നാൻ തോന്നും, ഇണചേരാൻ തോന്നും, ഉറങ്ങാൻ തോന്നും, വിസർജിക്കാനും തോന്നും. അത് മാത്രം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടണം. കാരണം മൃഗങ്ങളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കൂല. നമ്മൾ മനുഷ്യരാവണമെങ്കിൽ വായിക്കാൻ തോന്നണം. അതെന്താണെന്ന് അറിയണം. രണ്ടാമത്തത് അന്വേഷണം. എനിക്ക് പറ്റിയ പുസ്തകം എന്താ, എവിടെയാ കിട്ടുക, അതാണ് രണ്ടാമത്തത്, അന്വേഷണം. മൂന്നാമത്തത് വാങ്ങണം. പുസ്തകം 3 വിധത്തിൽ വാങ്ങാം. 1 പൈസ കൊടുത്ത് വാങ്ങാം, അല്ലേ? പൈസ കൊടുത്ത് വാങ്ങാം. 2 സമ്മാനമായിട്ട് വാങ്ങാം. ഈ മരപ്പല തരുന്നതിന് പകരം പുസ്തകം കൊടുത്തെങ്കിൽ അതിന്റെ ഗുണമുണ്ടാവും. സമ്മാനം പുസ്തകം കൊടുക്കുന്നത് നല്ലത്, മനസ്സിലായോ? സമ്മാനമായിട്ട് വാങ്ങാം. മൂന്നാമത്തത് വായ്പ വാങ്ങാം. പുസ്തകം വായ്പ കിട്ടുന്ന സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ 10,000 ബാങ്കുകളുണ്ട് പുസ്തകം വായ്പ കൊടുക്കുന്നത്. ഈ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താലുള്ള ഗുണം എന്താണെന്നറിയാം? സാധാരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ മുതലും തിരിച്ചടക്കണം, പലിശയും തിരിച്ചടക്കണം. പക്ഷെ ഗ്രന്ഥശാല സംഘത്തിൽ നിന്ന് വായ്പ എടുത്താൽ മുതൽ മാത്രമേ തിരിച്ചടക്കണ്ടൂ, പലിശ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് തരും. എന്ത് പലിശ? അറിവ്, അനുഭൂതി, നിർവൃതി, ആർദ്രത നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ആ ബാങ്കാണ് ഗ്രന്ഥശാല സംഘം, മനസ്സിലായോ? അതുകൊണ്ട് ടൗണിൽ പോയിട്ട് ഓണത്തിനും വിഷുവിനും പെരുന്നാളിനല്ലോ 10,000-20,000 രൂപയുടെ സാധനം വാങ്ങി വരുമ്പോൾ അച്ഛനോടും അമ്മയോടും പറയാം, ഒരു 200 രൂപയുടെ പുസ്തകം വാങ്ങണം അച്ഛാ, അമ്മേ, ഉപ്പ, ഉമ്മ എന്ന് പറയാം. തിന്നാൻ വാങ്ങിയ സാധനം പിറ്റേന്ന് രാവിലെ വർഷമർത്തിയ പാതാളത്ത് പോകും. എന്നാൽ നിങ്ങളുടെ പുസ്തകം അവിടെ കിടക്കും, ഇല്ലേ? അതുകൊണ്ട് പൈസ കൊടുത്തും വാങ്ങണം, സമ്മാനമായിട്ടും വാങ്ങണം, വായിക്കുക. നാലാമത്തത് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും? വായിക്കലല്ല. എല്ലാവരും പുസ്തകമെല്ലാം വാങ്ങുന്നുണ്ട്, വീട്ടിലുണ്ട്, പല വീട്ടിലും പുസ്തകമുണ്ട്, പക്ഷെ വായിക്കുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു പരിപാടി ഉണ്ട്, അത് നടക്കുന്നില്ല. അതാണ് ഞാൻ പറയുമ്പോൾ തമാശയെ തോന്നും, എന്നാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പുസ്തകം വാങ്ങിയ നാലാമത്തത് തുറക്കണം. പുസ്തകം തുറക്കണോ, അല്ലാതെ പുസ്തകം തനിയെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറൂല. പുസ്തകം തുറക്കണം, കിട്ടിയ ഉടനെ തുറക്കണം. അഞ്ചാമത്തതാണ് വായിക്കണം. വായനയുടെ പകുതിയായിട്ടുള്ളൂ. ഇനി 5 ബാക്കിയുണ്ട്. ആറാമത്തത് വിചിന്തനം. പുസ്തകം വായിക്കുന്നതോറും ചിന്തിച്ചു കൊണ്ടിരിക്കണം ഈ പുസ്തകത്തെ പറ്റി, അതിലെ കഥാപാത്രങ്ങളെ പറ്റി, അതിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി. ഏഴാമത്തത് വിശകലനം. അതിനെപ്പറ്റി ഒന്ന് മറ്റു പുസ്തകങ്ങളെ പറ്റി അല്ലെ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി അതിനെ ടച്ച് ചെയ്തിട്ട് വിശകലനം ചെയ്യണം. എട്ടാമത്തത് സംസ്കരണം. പുസ്തകത്തിലുള്ളതൊന്നും എല്ലാം നമ്മൾ സ്വീകരിക്കണ്ട. നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. അതാ സംസ്കരണം. ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ മരിച്ചാൽ ആവശ്യമില്ലാത്ത ബോഡി ഒഴിവാക്കും, കത്തിക്കും, മണ്ണിൽ വെക്കും. പക്ഷെ മണ്ണിൽ വെക്കുമ്പോൾ ആവശ്യമുള്ള എടുക്കൂലേ? അയാളെ മണ്ണിൽ വെക്കുമ്പോൾ അയാളെ കഴുത്തിലെ മാലിയും കാതിലെ കമ്മലും എല്ലാം കുഴിയിൽ കൊണ്ടേ വെക്കുവോ? ആവശ്യമുള്ള എടുക്കും. അയാളെ ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ്, അദ്ദേഹം എഴുതിയ വസിയത്ത്, അതെല്ലാം എടുക്കും, ശരീരം ആവശ്യമില്ലാത്ത ഒഴിവാക്കും. അതാ ശവ സംസ്കാരം, മനസ്സിലായോ?
സംസ്കാരം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. പുസ്തകത്തിൽ വേണ്ടാത്ത കുറേ ഉണ്ട്, വേണ്ട എടുക്കുക, വേണ്ടാത്ത ഒഴിവാക്കുക. 9ാമത്തത് ഓർമ്മിക്കണം. പുസ്തകത്തിൽ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിലോ പരീക്ഷ എഴുതുമ്പോഴോ വർത്താനം പറയുമ്പോൾ ഒക്കെ ഓർത്തെടുക്കാൻ പറ്റണം. അല്ലാതെ അതിന് ഒഴുക്കി ഒന്ന് വിട്ടേക്കല്ലേ. ആവശ്യത്തിന് ഓർക്കണം. 10ാമത്തത് പ്രതികരണം. പുസ്തകം വായിച്ചാൽ അതിൻ്റെതായ നിങ്ങളുടെ സംസാരത്തിൽ, ചിന്തകളിൽ, വർത്തമാനത്തിൽ, സ്വഭാവത്തിൽ, കർമ്മങ്ങളിൽ പ്രതികരണം മാറ്റമുണ്ടാവും. വിശകലനം. 8 സംസ്കാരം. 9 ഓർമ്മിക്കണം. 10 പ്രതികരണം. ഇവിടെ നല്ല കുറെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. സാധാരണ ഞാൻ ഇത് ചോദിച്ചാൽ 10ഉം കൃത്യമായി പറയുന്ന വളരെ അപൂർവ സ്ഥലത്ത് നിന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. 10ഉം പറഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ലൈക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക. ഈ സമന്വതി കേവലം ഒരു ജോലിയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ വികാസത്തിലേക്ക് മേലോട്ട് പോരാ നാളിൽ ദൂരമുയരട്ടെ എന്നാണ്. പക്ഷെ ഇപ്പൊ പോരാ നാളിൽ കീശ ദൂരമുയരട്ടെ അല്ല, പൈസയല്ല, മേലോട്ട് പോകണം. മനസ്സിലായോ? അങ്ങനെ മരണം വരെ വികസിക്കുക. നമ്മുടെ നാട്ടില് കുറെ പൊട്ടന്മാരുണ്ട്. കുറെ പഠിക്കുന്നതെല്ലാം കഴിഞ്ഞ ഇനി എന്നാ ഇനി മരിക്കാൻ. എന്തിനാ അങ്ങനെ വിളിക്കുമ്പോ അങ്ങ് പോവുക? എന്തിനാ ജനിച്ചേ? മരിക്കാനാ. ഇന്നസെന്റ് ജഗതി ശ്രീകുമാറിന്റെ ഒരു സിനിമയിൽ ജഗതിയോട് ചോദിക്കുന്നുണ്ട് ആരോ, എന്തിനാ കുനിഞ്ഞെന്ന്. അപ്പൊ ജഗതി പറയാ, നിവരാൻ വേണ്ടി കുനിഞ്ഞതാണ്. നിവരാൻ വേണ്ടി കുനിയണോ? മരിക്കാൻ വേണ്ടി ജനിക്കണോ? മരിക്കലല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മരണം വരെ ജീവിച്ചിരിക്കണമെങ്കിൽ ശ്വാസകോശം പിടിച്ചാ പോരാ. ശ്വാസകോശം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്താൽ പോരാ. ഹൃദയം പിടിച്ചാ പോരാ, ശ്വസിച്ചാ പോരാ. ജീവിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വികസിച്ച് എല്ലാവരും സമമായ ഉന്നതിയിലേക്ക് ഉയർന്ന് ഈ വിദ്യാലയം ഒരു ചരിത്രം കുറിക്കട്ടെ. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത അധ്യാപകരെയും അതിനോട് സഹകരിക്കുന്ന കുട്ടികളെയും അതിനെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന PTA കമ്മിറ്റിയെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഈ മത്സരത്തിൽ മെഗാ ഫൈനലിൽ സമ്മാനാർഹമായ എല്ലാ കുട്ടികളെയും, അവരെ പഠിപ്പിച്ച അധ്യാപകരെയും, അവർക്ക് സാഹചര്യം ഒരുക്കിയ രക്ഷിതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.